K2 ഓൺലൈൻ സ്റ്റഡി ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബിടെക്കിന്റെ കമ്പ്യൂട്ടർ സയൻസിന്റെ മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളായ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടായിരിക്കും. നമ്മൾ പ്രോബബിലിറ്റി എന്താണെന്ന് പറയുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ബേസിക് ടേംസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്. അതിനകത്തെ ഫസ്റ്റ് ടേം ആണ് റാൻഡം വേരിയബിൾ. ഈ റാൻഡം വേരിയബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചതാണ്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാലേ നമുക്കൊരു റിസൾട്ട്, അതായത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റിനെയാണ്. അതായത് നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ റിസൾട്ട് ഇന്നതാണ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോയിൻ ടോസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കോയിൻ ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ അവിടെ ഒരു 2 പോയിന്റ് പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും അല്ലെ. അപ്പോൾ ആ ഹെഡിനെയും ടെയിലും എന്ന് പറയുന്നതാണ് ആ എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. ആ റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അതായത് ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നമുക്ക് ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റ്സിനെയാണ് റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് അറിയാമല്ലോ എന്ന്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ആദ്യം ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ആണോ അല്ലെങ്കിൽ രണ്ടാമത് ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെയിൽ ആണോ വീഴുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്കൊരു ഗസ്സിങ് മാത്രമേ അവിടെ പറ്റുന്നത്. അപ്പൊ ആ ഗസ് ചെയ്യുന്നത് അത് ആക്ച്വൽ ആയിട്ടുള്ള കറക്റ്റ് റിസൾട്ട് ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഔട്ട്കം എന്താണ്? ആ റാൻഡം എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെയാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഈ ഔട്ട്കത്തിന്റെ എല്ലാം കളക്ഷനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യുന്നതായിട്ട് എഴുതിയേക്കുന്നത്. അപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസിന്റെ അകത്തല്ലേ, അല്ലെങ്കിൽ ഔട്ട്കം ആദ്യം നമുക്ക് എഴുതാം. അപ്പൊ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എച്ച് ആയിരിക്കും, ഇല്ലെങ്കിൽ ടി ആയിരിക്കും അല്ലെ. ഈ ഇതിനെ, അതായത് നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ടിനെ സെറ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമ്പിൾ സ്പേസ് എന്ന്. അപ്പൊ സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്ന എസ് എന്നാണ്. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു എച്ച് കോമ ടി അല്ലെ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ഈ ഔട്ട്കത്തിന്റെ തന്നെ വേറൊരു പേരാണ് ഇവന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് എച്ചും ടിയും. ഈ എച്ചിനെയും ടീനെയും നമ്മൾ എന്തായിട്ടാണ് ഒരു സെറ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ആ സാമ്പിൾ സ്പേസിന്റെ അത്ര ഓരോ റിസൾട്ടിനെയും നമ്മൾ ഇവന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയും. ഇനി ഇതിപ്പം അടുത്ത ഒരു കേസ് ആണ് പറയുന്നത്. 2 കോയിൻ ടോസ് ചെയ്യുന്നു. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ റിസൾട്ടാണ് കിട്ടുന്നത് നോക്കാം. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എച്ച് എച്ച് ആകാം, അല്ലെങ്കിൽ ഏതാകാം? എച്ച് ടി ആകാം, അല്ലെങ്കിൽ ടി എച്ച് ആകാം, ഇല്ലെങ്കിൽ ടി ടി ആകാം അല്ലെ. അതായത് 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഔട്ട്കം കിട്ടുന്നുണ്ട്. ഏതൊക്കെ ഔട്ട്കംസ് ആണ് ഇവിടെ കിട്ടുന്നത്? എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. എച്ച് എച്ച് എന്ന് വെച്ചാൽ എന്താണ്? 2 കോയിനും ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെഡ് ആണ് വീഴുന്നത്. എച്ച് ടിയുടെ മീനിങ് എന്താണ്? ആദ്യത്തെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും രണ്ടാമത് ടെയിലും. ടി എച്ചിന്റെ മീനിങ് എന്താണ്? ആദ്യത്തെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിലും രണ്ടാമത്തെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും. ടി ടിയുടെ മീനിങ് എന്താണ്? ഹെഡ് നമുക്ക് അവിടെ വീഴുന്നില്ല, രണ്ടും ടെയിൽ തന്നെയാണ്. 2 കോയിനും ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഔട്ട്കം ടെയിലാണ്. ഇനി ഇതിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ പറയുന്നത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് എന്താണോ ആവശ്യം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇതിന്റെ അകത്ത് പി ഓഫ് എച്ച് എച്ച് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ, പി ഓഫ് എച്ച് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പിൾ സ്പേസിന്റെ അകത്ത് എച്ച് എച്ച് എന്ന് പറയുന്ന ഇവന്റ് എത്ര പ്രാവശ്യം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ പി ഓഫ് എച്ച് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച് എച്ച് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിന്റെ അകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ അല്ലെ. അപ്പൊ 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. ഇതിന്റെ അകത്ത് എത്ര ഔട്ട്കംസ് ഉണ്ട്? 1, 2, 3, 4. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പൊ പി ഓഫ് എച്ച് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4. അതുപോലെ തന്നെ പി ഓഫ് എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? എച്ച് ടി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 1/4. പി ഓഫ് ടി എച്ച് എന്താണ്? ടി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1/4. അടുത്തത് പി ഓഫ് ടി ടി എന്താണ് വരുന്നത്? പി ഓഫ് ടി ടിയും വരുന്നത് 1/4 തന്നെയാണ് അല്ലെ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പ്രോബബിലിറ്റി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ടോട്ടൽ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് എന്താന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിന്റെ അത് ആവശ്യമുള്ള ഒരു ടേമാണ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പറയാണ്, അപ്പൊ നമ്മുടെ ഈ കോയിൻ ടോസ് ചെയ്യുന്ന കേസ് തന്നെ പറയാം. ഈ കോയിൻ ടോസ് ചെയ്യുന്ന കേസിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പെരിമെന്റിന്റെ അകത്ത് കിട്ടുന്ന റിസൾട്ട്സ് ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി.
ഇതിനെ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെ, ഈ സിമ്പിൾസിനെ എല്ലാം ഒരു നമ്പറിലേക്ക്, ഒരു റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാണ്. ആ റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയന്റ്, റാൻഡം എക്സ്പീരിയന്റിന്റെ അകത്ത റിസൾട്ട്സിനെ അല്ലെങ്കിൽ ആ സിമ്പിൾസിനെ ഒരു റിയൽ നമ്പറിലേക്ക് അസൈൻ ചെയ്യുവാണ്. ആ റിയൽ നമ്പറിലേക്ക് അസൈൻ ചെയ്യുന്നതിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിൽ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. നമ്പർ ഓഫ് ഹെഡ്സ് ഒക്കർ, നമ്പർ ഓഫ് ഹെഡ്സ് ഒക്കർ, ഹെഡ്സ് ഒക്കർ. ഓക്കെ, അതായത് നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ അകത്തുള്ള ഹെഡ്സിന്റെ എണ്ണത്തിനെയാണ് ഞാൻ ഇവിടെ റാൻഡം വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആ എക്സിന്റെ അകത്ത് എന്തൊക്കെ വരാം? അപ്പൊ ആ എക്സിന്റെ അകത്ത് വരുന്ന വാല്യൂസ് നോക്കിക്കേ. ആദ്യത്തേന്റെ അകത്ത് 2 ഹെഡ് ഉണ്ട്, രണ്ടാമത്തേന്റെ അകത്ത് 1 ഹെഡ് ഉണ്ട്, മൂന്നാമത്തേന്റെ അകത്ത് 1 ഹെഡ് പോലും ഇല്ല. 1 ഹെഡ് പോലും ഇല്ലെങ്കിൽ എനിക്ക് 0 എന്ന് കൊടുക്കാം. 1 ഹെഡ് ആണെങ്കിൽ 1 എന്ന് കൊടുക്കാം, 2 ഹെഡ് ആണെങ്കിൽ 2 എന്ന് കൊടുക്കാം. അപ്പൊ ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം. മനസ്സിലായല്ലോ? റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ റിയൽ നമ്പറിലേക്ക് മാറ്റുന്നതിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റാൻഡം വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ഒക്കർ അല്ലെ. അപ്പൊ നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ അകത്ത് 2 ഹെഡ് ഉണ്ട്, 1 ഹെഡ് ഉണ്ട്, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? 1 ഹെഡ് പോലും ഇല്ല. 1 ഹെഡ് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന വാല്യൂ 0 ആണ്. ഇനി നിങ്ങൾ ഇതിന്റെ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പൊ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഹെഡ് ഈക്വൽ ടു 0 എന്നാണ് മീൻ ചെയ്യുന്നത്. നമ്പർ ഓഫ് ഹെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ അകത്തെ നോ ഹെഡ് അല്ലേ. നോ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? TT ആണ് അല്ലെ. TTയുടെ പ്രോബബിലിറ്റി നോക്കിയാൽ മതി. TTയുടെ പ്രോബബിലിറ്റി എന്താണ് വരുന്നത്? TTയുടെ പ്രോബബിലിറ്റി 1/4 ആണ് വരുന്നത്. TTയുടെ പ്രോബബിലിറ്റി എന്താണ് വരുന്നത്? 1/4. അതായത് നമ്മുടെ ഇവിടെ പ്രോബബിലിറ്റി പി ഓഫ് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 1/4. ഈ 1 ഇവിടെ കിടക്കട്ടെ. നമുക്ക് 2 നോക്കാം. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹെഡ് ആയിട്ടുള്ള, 2 ഹെഡ് ആയിട്ടുള്ള ഇവിടെ എത്ര പേരുണ്ട്? ഒരെണ്ണേ ഉള്ളൂ അല്ലെ. ടോട്ടൽ 4 ആണ്. അപ്പൊ പ്രോബബിലിറ്റി 1/4 ആണ്. ഇവിടെ നോക്കിക്കേ, എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹെഡ്. ഇവിടെ 1 ഹെഡ് ഉള്ള എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ. HT ഉണ്ട്, TH ഉണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്? 2/4 അല്ലേ. 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 അല്ലേ. മനസ്സിലായല്ലോ അല്ലെ. ഇതാണ് റാൻഡം എക്സ്പെരിമെന്റിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള റാൻഡം വേരിയബിൾ എന്താണെന്ന് പൊതുവെ എല്ലാവർക്കും ഡൗട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഈ റാൻഡം എക്സ്പെരിമെന്റിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ കോയിന്റെ കേസ് അല്ലേ പറഞ്ഞേ. ഇനി ഇതിന്റെ അകത്ത് ഡൈസ് വരാം, പിന്നെ കാർഡ്സ് വരാം, അല്ലെങ്കിൽ ഒരു ബോക്സിന്റെ അകത്തുനിന്ന് റെഡ് ബോൾ എടുക്കുക, ബ്ലാക്ക് ബോൾ എടുക്കുക, അങ്ങനത്തെ ഒക്കെ പ്രോബബിലിറ്റീസ് നിങ്ങൾ +2 കണ്ടിട്ടുണ്ട്. അതൊക്കെ റാൻഡം വേരിയബിളിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ ദേ ഇവിടെ നോക്കിയേ, റാൻഡം എക്സ്പെരിമെന്റിനകത്ത് വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ത്രോയിങ് എ ഡൈ. ത്രോയിങ് എ ഡൈ ആണോ ഡൈസ് ആണോ നോക്കണേ. ത്രോയിങ് എ ഡൈ ആണ്. ഡൈ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അകത്ത് ഇവന്റ്സ് എന്തൊക്കെയാ നിങ്ങൾക്ക് വരുന്നത്? അപ്പൊ ആ ഇവന്റ്സ് വരുന്നത് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 5 6. ഡൈസ് എന്താണെന്ന് അറിയാലോ അല്ലെ. നമ്മൾ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് അല്ലെ. 6 ഫേസസ് ആണോ അല്ലെ. 1 2 3 4 5 6. ഈ ഇവന്റ്സ് മാത്രമേ ഇതിന്റെ അകത്ത് വരുള്ളൂ അല്ലെ. അതിന്റെ സാമ്പിൾ സ്പേസ് എഴുതിയിട്ടുണ്ട് ഇവിടെ. അതിന്റെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ നോക്കിക്കേ, ഞാൻ ഒരു ടേബിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. അപ്പം 1 വരാം, 2 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം അല്ലെ. ഇവിടെ റാൻഡം വേരിയബിൾ എക്സ് ആണേ. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് എന്നോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നോ എങ്ങനെ വേണേലും നമുക്ക് ഡിനോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ദേ നോക്കിയേ, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈസിന്റെ അകത്ത് 1 വരുന്ന ഫേസ് എത്രണ്ണം ഉണ്ടെന്നാണ്. ഡൈസിന്റെ അകത്ത് 1 വരുന്ന ഫേസ് എത്രണ്ണം ഉണ്ട്? ഇതിന്റെ അകത്ത് നമുക്ക് ഈ പിക്ചറിന്റെ അകത്ത് തന്നെ നോക്കുമ്പോൾ പറയാം 1 വരുന്ന ഫേസ് എത്രണ്ണം ഉണ്ട്. ഇതിന്റെ അകത്ത് 1 വരുന്ന ഒരെണ്ണേ ഉള്ളു അല്ലെ. ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 6 ഔട്ട്കംസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തെ പ്രോബബിലിറ്റി 1/6. ഇനി 2 വരുമ്പോൾ നിങ്ങൾ പൊതുവേ തെറ്റിക്കുന്നതാണ്. 2/6 എന്ന് എഴുതും. തെറ്റാണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈസിന്റെ അകത്ത് 2 എത്ര പ്രാവശ്യം വരും എന്നാണ് നോക്കണ്ടേ. 2 എന്ന് പറയുന്ന ഫേസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് 2 എത്ര പ്രാവശ്യം ഉണ്ട്? ഒറ്റ പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ ഇത് 1/6. അതുപോലെ തന്നെ 3 എന്ന് പറഞ്ഞാൽ 1/6, 4 എന്ന് പറഞ്ഞാൽ 1/6, 5 എന്ന് പറഞ്ഞാൽ 1/6, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1/6. അതായത് ഓരോ ഈച്ച് ഫേസിന്റെയും ഡൈസിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? 1/6 ആണ്. ഓക്കെ, 6 ഫേസിൽ കൂടത്തില്ല അല്ലെ. ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് ഒരു കാര്യം കൂടെ പറയാം.
പ്രോബബിലിറ്റി, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നും കൂടെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞു പോകാം. അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ, റാൻഡം വേരിയബിൾ. ആ ഓരോ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് 1ന്റെ പ്രോബബിലിറ്റി 1/6, 2ന്റെ പ്രോബബിലിറ്റി 1/6, 3യുടെ പ്രോബബിലിറ്റി 1/6. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമ്മൾ പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ഒബ്സർവേഷനും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്ക്രീറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇതിന്റെ അകത്ത് ഡിസ്ക്രീറ്റ് അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എളുപ്പമാണ്, ഭയങ്കര സിമ്പിൾ ആണ് ഇത് കേട്ടോ. ഇനി ഇതിന്റെ അകത്ത് അടുത്തൊരു ടേം ആണ് ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായാലും കാണാറുണ്ട്. അപ്പൊ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നോക്കിക്കോ. ഇവിടെ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ്. സാധാ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയാണ്, അത് സാധാ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ സ്മോൾ പി ഓഫ് എക്സ് അല്ലെങ്കിൽ സ്മോൾ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഡിസ്ക്രീറ്റിലാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ് പൊതുവെ പറയുന്നത്. അതിന്റെ ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ്. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് മീൻ ചെയ്യുന്നത്, പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ശ്രദ്ധിച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഇതിന്റെ മീനിങ് എന്താണോ, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞ റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിൾ എക്സ് ആവുന്ന വരെയുള്ള പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസിനെയാണ് അല്ലെങ്കിൽ കിട്ടുന്ന പ്രോബബിലിറ്റിനെയാണ് ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒന്നുകൂടെ പറയാം, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ആണ്. ആ റാൻഡം വേരിയബിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പൊ ആ റാൻഡം വേരിയബിൾ എക്സ് ആവുന്ന വരെയുള്ള ഏതൊക്കെ പ്രോബബിലിറ്റീസ് ആണോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനെയാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്, ക്യൂമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാകും കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു ഡൈസിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈസിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, 1 1/6, 2 1/6 അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഡൈസിന്റെ നമ്മൾ എഴുതുവാണേ. അപ്പൊ ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനേഷൻ വെച്ചിട്ട് എങ്ങനെയാണ്, പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1ഓ 1ൽ താഴെയോ വരെയുള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. ഡൈസിനകത്ത് 1ൽ താഴെയുള്ള ഏതെങ്കിലും പ്രോബബിലിറ്റീസ് ഉണ്ടോ, ഇല്ല. അപ്പൊ അവിടെ ആരുടെ പ്രോബബിലിറ്റി മാത്രം എടുത്താൽ മതി, പി ഓഫ് 1ന്റെ പ്രോബബിലിറ്റി മാത്രം എടുത്താൽ മതി. എത്രയാണ്, 1/6. മനസ്സിലായല്ലോ അല്ലെ. എഫ് ഓഫ് 2 ആണെങ്കിലോ, എഫ് ഓഫ് 2 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നത്, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എന്താണ് അതിന്റെ മീനിങ്, 2 താഴെയുള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്യാം. 2 താഴെയുള്ള പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം, നമുക്ക് 1ന്റെ പ്രോബബിലിറ്റി എടുക്കാം, 2ന്റെ പ്രോബബിലിറ്റി എടുക്കാം അല്ലെ. അപ്പൊ 1ന്റെ പ്രോബബിലിറ്റി നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1/6 പ്ലസ് 1/6, ദാറ്റ് ഈസ് എത്രയാണ്, 2/6. ഓക്കെ, അതുപോലെ തന്നെ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് മീൻ ചെയ്യുന്നത്. അതെന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ 2ന്റെ പ്രോബബിലിറ്റി അവിടെ എഴുതി വെച്ചിട്ടില്ല, എത്രയാണ്, ഈ 2/6ന്റെ കൂട്ടത്തില് നമ്മുടെ 3യുടെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ മതി. 3യുടെ പ്രോബബിലിറ്റി എത്രയാണ്, 1/6, ദാറ്റ് ഈസ് 3/6. ഓക്കെ, അടുത്ത എഫ് ഓഫ് 4 ആണെങ്കിലോ, എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതെന്താ വരും, 3/6 പ്ലസ് 1/6 അല്ലെ, ദാറ്റ് ഈസ് 5/6. അടുത്ത പി ഓഫ് 5 ആണെങ്കിലോ, എഫ് ഓഫ് 5 ആണെങ്കിലോ, എഫ് ഓഫ് 5 ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 5 ഈക്വൽ ടു 5/6 പ്ലസ് 1/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 6/6 ഈക്വൽ ടു 1. മനസ്സിലായല്ലോ അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, എഫ് ഓഫ് 1 ആണെങ്കിൽ 1ഓ 1ന് താഴെയുള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 2 ആണെങ്കിൽ, എഫ് ഓഫ് 2 ആണെങ്കിൽ 2 താഴെയുള്ള ഏതൊക്കെ പ്രോബബിലിറ്റീസ് ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 3 ആണെങ്കിലോ, 3യും 3 താഴെയുള്ള എല്ലാ പ്രോബബിലിറ്റീസും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അതൊരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അടുത്തത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് അല്ലെ, എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് എ പ്രോബബിലിറ്റി, എക്സ് ഹാസ് ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ
Determine the value of A. Find P of x less than 3, x greater than or equal to 3. P of 0 less than x less than 5. Find the distribution function. കേട്ടോ, എവിടെ distribution function ചോദിച്ചിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് എയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സബ് കണ്ടീഷൻസും കൂടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ആദ്യം എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് ഡിസ്ക്രീറ്റ് ആണെന്ന് മനസ്സിലായല്ലോ അല്ലെ. ഡിസ്ക്രീറ്റ് ആണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ഡിസ്ക്രീറ്റ് ആണെന്ന് മനസ്സിലാവുന്നത് നമുക്ക് നോക്കി, ഓരോ എക്സിനും കറസ്പോണ്ടിങ്, അതായത് എക്സ് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്, എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 8 വരെയാണ്. 0ക്ക് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്താണ്? എ. 1ന് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 3A, 2ന് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 5A, അങ്ങനെ 8 വരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് വാല്യൂസ് തന്നിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പ്രോബിലിറ്റി തന്നിട്ടുള്ളതുകൊണ്ട് ഇത് ഡിസ്ക്രീറ്റ് ആണെന്ന് മനസ്സിലായി അല്ലെ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് എ. നമ്മൾ പറഞ്ഞിരുന്നു, ഇത് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, ടോട്ടൽ പ്രോബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും എത്ര തന്നെയായിരിക്കും? നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, ടോട്ടൽ സമ്മേഷൻ പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എന്താന്ന് എഴുതാം? പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 1 എന്ന് എഴുതാം അല്ലെ. പി ഓഫ് എക്സ് ഇവിടെ എന്തൊക്കെയാണ് വന്നേക്കുന്നത്? പി ഓഫ് എക്സ് ഇവിടെ വന്നേക്കുന്നത് എ പ്ലസ് 3A പ്ലസ് 5A പ്ലസ് 7A പ്ലസ് 9A പ്ലസ് 11A പ്ലസ് 13A പ്ലസ് 15A പ്ലസ് 17A ഈക്വൽ ടു എത്രയെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം? 1 എന്നറിയാം അല്ലെ. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 81 എന്നാണ്. 81A is equal to 1, that is A is equal to 1/81. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ കിട്ടി അല്ലെ. നമുക്ക് ഇനി ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. നമ്മൾ അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 1/81 അല്ലെ. അപ്പൊ എയുടെ കറസ്പോണ്ടിങ് 1/81 അല്ലെ. അടുത്ത 3A ആണ്. അപ്പൊ 3Aയുടെ പ്രോബിലിറ്റി എന്താണ്? 3 into 1/81, that is 3/81. എളുപ്പമല്ലേ. അടുത്ത എന്താണ്? 5 into A, 5A. 5 into A എന്ന് പറയുമ്പോൾ 5 into 1/81, that is 5/81. that is അടുത്തത് 7/81, 9/81, 11/81, 13/81, 15/81, 17/81. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആണ് കേട്ടോ, എക്സാമിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ. എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 3 താഴെയുള്ള വാല്യൂസിന്റെ പ്രോബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 3 താഴെയുള്ള റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസ് എല്ലാം കൂടെ, റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസിന്റെ പ്രോബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 3 താഴെയുള്ള വാല്യൂസ് ആരൊക്കെയാണ്? 3 താഴെയുള്ള വാല്യൂസ് 2, 1, 0. അപ്പം ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. പി ഓഫ് ആരൊക്കെയാണ് വരുന്നത്? 3 താഴെ, 3 ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. 2, 1, 0. പി ഓഫ് 0 നമുക്ക് എഴുതാം. 2ന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ 2ന്റെ പ്രോബിലിറ്റി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. 5/81, 3/81, 1/81 അല്ലെ. ആഡ് ചെയ്യുമ്പോ 9/81 എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് 1/9 അല്ലെ. ഇതിവിടെ കിടക്കട്ടെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാ അല്ലെ. പി ഓഫ് എക്സ് ശ്രദ്ധിച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ന് ശേഷമുള്ള എല്ലാം കൂടെ ആഡ് ചെയ്യാം. അതിനേക്കാളും എളുപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 3ന് ശേഷമുള്ളതിനെന്ന് പറയുന്നേക്കാൾ നല്ലത് ടോട്ടൽ പ്രോബിലിറ്റി 1 എന്നറിയാലോ. 1ൽ നിന്ന് 3ൽ താഴെയുള്ള വാല്യൂസ് ഏതൊക്കെയാണോ അതെല്ലാം സബ്ട്രാക്ട് ചെയ്താൽ മതി. 3ൽ താഴെ ആരൊക്കെയാ വരുന്നത്? 3ൽ താഴെ 2 വരുന്നുണ്ട്. 3ൽ താഴെ ആരൊക്കെ വരുന്നുണ്ട്? 3ൽ താഴെ 2 വരും, 1 വരും, 0 വരും. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. ഇതിന്റെ വാല്യൂ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നോ? 9/81 എന്ന്. അപ്പം ദാറ്റ് ഈസ് 1 minus 9/81 അല്ലെ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. എളുപ്പമാണേ. 1 minus 9/81, that is 72/81. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പി ഓ 0 less than x less than 5 എന്നാണ് അല്ലെ. പി ഓ 0 less than x less than 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 0യ്ക്കും 5നും ഇടയ്ക്കുള്ള വാല്യൂസ്. 0 ഇൻക്ലൂഡഡ് ആണോ? അല്ല. 5 ഇൻക്ലൂഡഡ് ആണോ? അല്ല. 0യ്ക്കും 5നും ഇടയ്ക്കുള്ള വാല്യൂസ് ആരൊക്കെയാ അപ്പൊ വരുന്നത്? 0 വരത്തില്ല. 1, 2, 3, 4 അല്ലേ. ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈക്വൽ ടു ഉണ്ടോ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ 1ന്റെ പ്രോബിലിറ്റി നോക്കിക്കേ. 1ന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/81 പ്ലസ് 2ന്റെ പ്രോബിലിറ്റി 5/81 പ്ലസ് 7/81
81 പ്ലസ് 4ന്റെ പ്രോബിലിറ്റി 9/81. മനസ്സിലായല്ലോ അല്ലെ? അപ്പോ ഇവിടെ കിട്ടിയല്ലോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 0യ്ക്കും 5നും ഇടയ്ക്കുള്ള വാല്യൂസ് കിട്ടി അല്ലെ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമ്മൾ ആദ്യമേ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ പ്രോബിലിറ്റി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ f(0) ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? f(0) ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? p(x <= 0). x <= 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0യും 0യ്ക്ക് താഴെയുള്ള പ്രോബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇവിടെ 0യ്ക്ക് താഴെ വേറെ ആരും ഇല്ല, 0 മാത്രമേ ഉള്ളൂ. അപ്പൊ 0യുടെ പ്രോബിലിറ്റി മാത്രം എഴുതിയാൽ മതി. 0യുടെ പ്രോബിലിറ്റി എത്രയാണ്? 1/81 അല്ലെ? എത്ര സിമ്പിൾ ആണല്ലേ? 1/81. ഇനി നമ്മൾ പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞേ? ഇനി f(1) ആണ് കണ്ടുപിടിക്കണ്ടേ. f(1) കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഫോർമുല എന്താണ്? p(x <= 1). x <= 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം 1ന് താഴെ. 1ഉം 1ന് താഴെ എന്ന് പറയുമ്പോൾ നോക്കിയാൽ മുമ്പേ കണ്ടുപിടിച്ച 0യുടെ പ്രോബിലിറ്റിയും 1ന്റെ പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ മതി. 0യുടെ പ്രോബിലിറ്റി നമുക്ക് ഇവിടെ 1/81 കിട്ടിയിട്ടില്ലേ? ഈ 1/81ഉം ഈ 3/81ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 4/81. മനസ്സിലായല്ലോ അല്ലെ? ഈ 4/81ഉം 5/81ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ അടുത്ത് കിട്ടി. അപ്പൊ അടുത്ത എത്ര കിട്ടി? 9/81. ഇനി ഈ 9/81ഉം 7/81ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 16/81. ഓക്കെ, അടുത്തത് ഈ 16/81ഉം 9/81ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 25/81. ഓക്കെ, അടുത്തത് 25/81ഉം 11/81ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 36/81. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അടുത്ത് 36/81ഉം 13/81ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 49/81. ഓക്കെ, അടുത്ത എത്ര കിട്ടുന്നേ? അടുത്തത് 49/81ഉം 15/81ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുന്നു? 64/81. അടുത്ത എത്ര കിട്ടി? 81/81. 81/81 എങ്ങനെ കിട്ടിയേ? 64/81ഉം 70/81ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടി അല്ലെ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൻസർ ശരിയാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ലാസ്റ്റ് വാല്യൂ നിങ്ങൾക്ക് 1 ആണോ കിട്ടുന്നത് നോക്കിയാൽ മതി. 1 അല്ല നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. നമുക്ക് ഇവിടെ 1 തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ അത് തുടങ്ങുമ്പോൾ ആദ്യത്തെ എപ്പോഴും നമുക്ക് എക്സ് എന്ന് പറഞ്ഞ പ്രോബിലിറ്റി ഞാൻ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്തായാലും കെയുടെ വാല്യൂ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ അല്ലെ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ നമ്മൾ പറയുന്നത്? ടോട്ടൽ പ്രോബിലിറ്റി നമുക്ക് 1 എന്നറിയാം അല്ലെ? അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് അങ്ങ് എഴുതാം. സമ്മേഷൻ p(x) = 1. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? 0 plus k plus 2k plus 2k plus 3k plus k square plus 2k square plus 7k square plus k is equal to 1. ഇവിടെ കണ്ടോ k സ്ക്വയറിന്റെയും കെയുടെ ടൈം ഉണ്ട് അല്ലെ? ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ k സ്ക്വയറിന്റെ ടൈം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10k square, കെയുടെ ടൈം എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9k equal to 1 എന്ന് വരും. ഈ 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 10k square plus 9k minus 1 equal to 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കെക്ക് 2 വാല്യൂ കിട്ടുവേ. കെക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/10ഉം -1 ആണ് കേട്ടോ. ഒരിക്കലും നമ്മൾ പറഞ്ഞിരുന്നു പ്രോബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് വരത്തില്ലെന്ന്. അപ്പൊ ഈ നെഗറ്റീവ് 1 നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? കെയുടെ വാല്യൂ 1/10. ഓക്കെ, കെയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1/10 എന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നമുക്കിത് ഭയങ്കര സിമ്പിൾ ആണേ. നോക്കിക്കേ, അപ്പൊ കെയുടെ വാല്യൂ 1/10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? കെയുടെ വാല്യൂ 1/10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 0യ്ക്ക് 0 തന്നെയാണ്. ഇവിടെ 1/10, 2k അല്ലേ? 2k എന്ന് പറഞ്ഞാൽ 2 × 1/10, 2/10. ഇവിടെ വരുമ്പോൾ ഇവിടെ 2/10, ഇവിടെ 3/10, ഇവിടെ 1/10 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇത് 1/100, ഇവിടെ 2/100. ഇവിടെ വരുമ്പോഴത്തേനും 7k square plus k ആണ് 17/100. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് നോക്കി, p(x < 6) എന്ന് തന്നേക്കുന്നത് അല്ലെ? മുമ്പേ പറഞ്ഞ പോലെ തന്നെ x < 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 താഴെയുള്ള പ്രോബിലിറ്റീസ് ആഡ് ചെയ്യുക. 6 താഴെയുള്ള ആരൊക്കെയാണ്? 6 താഴെ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? 5 വരാം, 4 വരാം,
3 വരാം, ആരൊക്കെ ഉണ്ടോ അവരെല്ലാം. 2 വരാം, 1 വരാം, 0 വരാം അല്ലേ. അപ്പം 5 താഴെയുള്ള 5ന്റെ പ്രോബബിലിറ്റി നമ്മൾ എത്ര എഴുതിക്കണം? 5ന്റെ പ്രോബബിലിറ്റി 1/100 പ്ലസ് 3/10 പ്ലസ് 2/10 പ്ലസ് 2/10 പ്ലസ് 1/10 അല്ലേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 81/100. ഓക്കെ, 81/100. 20, 20, 40, 70, 70, 80, 81. ഓക്കെ, അത് കിട്ടിയല്ലോ അല്ലെ. അപ്പൊ 81/100 കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6 നമുക്ക് മുമ്പത്തെ പോലെ എഴുതാലോ. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് 1 മൈനസ് പി ഓഫ് എക്സ് എക്സ് ലെസ് ദാൻ 6 എന്ന് എഴുതാം അല്ലെ. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6 ആണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ. നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 6. പി ഓഫ് എക്സ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞ മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 1 മൈനസ് എത്രയെന്ന് കിട്ടിയേ? 81/100 അല്ലെ. അപ്പൊ ഇത് എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 19/100. കിട്ടിയല്ലോ, എല്ലാ ക്വസ്റ്റ്യനും ആയി അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പൊതുവെ കാണുന്നത്, നമ്പർ പോലും വ്യത്യാസം വരാറില്ല കേട്ടോ. പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 0ക്കും 5നും ഇടയ്ക്കുള്ള വാല്യൂസ്. 0ക്കും 5നും ഇടയ്ക്കുള്ള വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? 0 ഇൻക്ലൂഡഡ് അല്ല. 1, 2, 3, 4 അല്ലേ. അപ്പൊ 1ന്റെ പ്രോബബിലിറ്റി എത്ര വരുന്നത്? 1/10 പ്ലസ് 2/10 പ്ലസ് 3യുടെ പ്രോബബിലിറ്റി 2/10, 4ന്റെ പ്രോബബിലിറ്റി 3/10 അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ അതാണ് ആൻസർ അല്ലെ. അപ്പം 8/10. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. P of x less than or equal to k greater than 1/2. Find the minimum value of k and determine the distribution function. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഫൈൻഡ് ദ ഡിറ്റർമിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലാക്കുക. അതെങ്ങനെയാണ്? ഇത് കണ്ടോ, P of P of x less than or equal to k എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലല്ലേ. അപ്പൊ നമുക്ക് ആദ്യമേ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുവെക്കാം. അതെ, നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടേബിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ 0യുടെ പ്രോബബിലിറ്റി 0. അടുത്ത എത്ര വരുന്നത്? 1/10. അത് തന്നെ 1/10 കൊടുത്തി 2 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 3/10. ഇനി 3/10 കൊടുത്ത് 2/10 ആഡ് ചെയ്യുമ്പോൾ 5/10. 5/10 കൊടുത്ത് ആഡ് ചെയ്യുമ്പോൾ 8/10. 8/10 കൊടുത്ത് 1/100 ആഡ് ചെയ്യണം അല്ലെ. 8 നോക്കിക്കോ, 8/10 പ്ലസ് 1/100. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് LCM ഒക്കെ എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ 81/100. ഓക്കെ, അടുത്ത എന്ത് വരും? 83/100. അടുത്ത എത്രയാ വരുന്നത്? 83 പ്ലസ് 70 അല്ലേ വരുന്നത്. 83 പ്ലസ് 70 എന്ന് പറയുമ്പോൾ 100/100 അല്ലെ. 100/100. അപ്പൊ ലാസ്റ്റ് പ്രോബബിലിറ്റി 1 കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് P of x less than or equal to k greater than 1/2. അതായത് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ അകത്ത് നമ്മുടെ ഏത് വാല്യൂവിനാണ് 1/2നേക്കാളും കൂടുതൽ പ്രോബബിലിറ്റി വരുന്നതെന്നാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നിങ്ങൾ എഴുതുമ്പോൾ ഏത് വാല്യൂ ആകുമ്പോഴാണ് 1/2നേക്കാളും കൂടുതലാവുന്നത് എന്നാണ്. അതേ നോക്കിക്കേ, x = 3 വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ x = 3 വന്നപ്പോൾ 5/10 ആയി. 5/10 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? 1/2 എന്നാണ്. അതായത് 3 ആയപ്പോൾ, അതായത് എക്സിന്റെ വാല്യൂ 3 ആയപ്പോൾ അവിടെ 1/2 ആയി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് k, എപ്പോഴാണ് അതിൽ നിന്ന് മാറുന്നത് 1/2നേക്കാളും കൂടുതലാവുന്നത് എന്നാണ്. അപ്പൊ നേരെ 3 ശേഷമുള്ള ഏത് വാല്യൂ എടുത്താലും, 4 എടുത്താലും 5 എടുത്താലും 6 എടുത്താലും ഏത് വാല്യൂ എടുത്താലും 1/2നേക്കാളും കൂടുതലാണ്. അപ്പൊ അതിന്റെ മിനിമം വാല്യൂ ഏതാണ്? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഹിയർ k = 4. മനസ്സിലായല്ലോ അല്ലെ. ഒന്നുകൂടെ പറയാം, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ അകത്ത് എക്സിന്റെ വാല്യൂ എപ്പോഴാണ് 1/2നേക്കാളും കൂടുതലാവുന്നത് ഏത് വാല്യൂവിലാണെന്നാണ്. അപ്പൊ 1/2നേക്കാളും കൂടുതലാവുന്നത് 4 മുതലാണ്. അപ്പൊ മിനിമം വാല്യൂ ആകുമ്പോൾ 4 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. ഇനി അടുത്ത ഒരു ടോപ്പിക് ആണ്
എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ വേരിയൻസ്. ഒന്നുമില്ല, എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മീൻ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. അതായത് നമ്മളെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞല്ലോ നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പം നമ്മളെ എക്സ് എന്ന് പറയുന്നത് ഇപ്പം x1 x2 x3 അങ്ങനെ ഞാൻ xn വരെ ഡിഫൈൻ ചെയ്യുവാണേ. n റാൻഡം വേരിയബിൾ ഉണ്ട്. അതിന്റെ പ്രോബബിലിറ്റി p ഓഫ് x എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുവാണ് p ഓഫ് x1 p ഓഫ് x2. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് p ഓഫ് x3 അങ്ങനെ p ഓഫ് xn എന്ന് പറയുവാണ്. അതായത് എന്താ നമ്മൾ പറയുന്നത്, x1ന്റെ പ്രോബബിലിറ്റി p ഓഫ് x1, x2ന്റെ പ്രോബബിലിറ്റി p ഓഫ് x2 അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പൊ ഇതിന്റെ അകത്ത് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്നാണ്. നമുക്ക് പി ഓഫ് എക്സ് എന്ന് എഴുതാം, പി ഓഫ് എക്സ്. ഓക്കെ, അതായത് x1 ഇൻറ്റു പി ഓഫ് x1 പ്ലസ് x2 ഇൻറ്റു പി ഓഫ് x2 അങ്ങനെ. അതായത് അതുകൂടെ എഴുതാം, x1 ഇൻറ്റു പി ഓഫ് x1 പ്ലസ് x2 ഇൻറ്റു പി ഓഫ് x2 പ്ലസ് എക്സെട്ര xn ഇൻറ്റു പി ഓഫ് xn. മനസ്സിലായല്ലോ അല്ലെ? ഓരോ പ്രോബബിലിറ്റീസ്, അതായത് ഓരോ റാൻഡം വേരിയബിളിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, അത്രയേ ഉള്ളേ. ഇനി ഇതിൻ്റെ അകത്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ്. എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ടേം ആണ് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ് ഫോർമുല. ഇതൊരിക്കലും നെഗറ്റീവ് വരത്തില്ല കേട്ടോ. ഇതിനകത്ത് പറയാത്ത ഒരു ടേമും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് വേരിയൻസ് ഓഫ് എക്സ് ആണ് കേട്ടോ. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സും അല്ലെങ്കിൽ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ ഡിഫൈൻ ചെയ്തത് മനസ്സിലായല്ലോ അല്ലെ? നമുക്കിനി ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഇതേ നോക്കിക്കേ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടേ. ഇനി നിങ്ങളുടെ ഇതിന്റെ അകത്തുനിന്ന്, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ അകത്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ചെയ്യാം അല്ലെ? അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഫോർമുല എഴുതാം, എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, ദാറ്റ് ഈസ് -3 ഇൻറ്റു 0.1 പ്ലസ് -2 ഇൻറ്റു 0.3 പ്ലസ് -1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0.3 പ്ലസ് 1 ഇൻറ്റു 0.15 പ്ലസ് 2 ഇൻറ്റു 0.10 പ്ലസ് 3 ഇൻറ്റു 0.05. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ -0.4 എന്ന് കിട്ടും കേട്ടോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് -0.4 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് അല്ലെ? ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഫോർമുല എഴുതാം, സമ്മേഷൻ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സിന് പകരം പി ഓഫ് എക്സ് എന്ന് എഴുതാൻ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പം പി ഓഫ് എക്സ്, അപ്പൊ എക്സിന് മാത്രമേ ഉള്ള സ്ക്വയർ. അപ്പം -3 the whole square, -3 the whole square into 0.1 plus -2 the whole square into 0.3 plus -1 the whole square into 0 plus 0 into 0.3 plus 1 square into 0.15 plus 2 square into 0.1 plus 3 square into 0.005. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടും. ഇവിടെ കിട്ടുന്ന എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ 3.1 എന്നാണ് കേട്ടോ. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വേരിയൻസ് ഓഫ് എക്സും കൂടെ ചെയ്യാമേ. ഇവിടെ തന്നെ ചെയ്തു വെക്കാം. വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതും കൂടെ നമുക്ക് ഇവിടെ ചെയ്യാമേ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എത്രയായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ 3.1 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -0.4 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 3.1 മൈനസ് 0.16. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 2.94. വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത് 2.94 എന്നാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -0.4ഉം വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.94 നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് 2x+3. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിനൊരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്പെക്ടേഷൻ ഓഫ് ax പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ax പ്ലസ് ഓർ മൈനസ് ബി ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x പ്ലസ് ഓർ മൈനസ് ബി. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് കണ്ടുവരാറുണ്ട്. 3 മാർക്കിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്തും കാണാറുണ്ട്, നിങ്ങളുടെ സെക്ഷൻ ടൈപ്പിന്റെ അകത്തും കാണാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്, 2x പ്ലസ് ഓർ മൈനസ് 3. ദാറ്റ് ഈസ് ഇവിടെ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x പ്ലസ് ഓർ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് 2 ഇൻറ്റു മൈനസ് 0.4 പ്ലസ് ഓർ മൈനസ് 3. ഓക്കെ, പ്ലസ് 3 ചെയ്ത ആൻസർ എഴുതുക, മൈനസ് 3 ചെയ്ത ആൻസർ എഴുതുക, കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, വേരിയൻസ് അല്ലെ. വേരിയൻസും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, വേരിയൻസ് ഓഫ് ax പ്ലസ് ഓർ മൈനസ് ബി ഈസ് ഈക്വൽ ടു a സ്ക്വയർ വേരിയൻസ് ഓഫ് x. ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ, വേരിയൻസ് ഓഫ് 2x പ്ലസ് ഓർ മൈനസ് 3 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x പ്ലസ് ബി ഇതിൻ്റെ അകത്ത് ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 4 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.94. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കണ്ടോ, ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ വേരിയൻസ് ഓഫ് x വെൻ a die is thrown, x denote the number that turns up. നമുക്കിവിടെ ടേബിൾ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ ആദ്യമേ ഇവിടെ ടേബിൾ വരയ്ക്കണം. അപ്പം ടേബിൾ വരയ്ക്കാനായിട്ട് നമുക്കറിയാവുന്ന കാര്യമുണ്ട്, എക്സ് എന്ന് പറയുന്നത് ഡൈസ് ത്രോൺ ചെയ്യുമ്പോൾ കിട്ടുന്ന റാൻഡം വേരിയബിൾ ആണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. നമുക്ക് ടേബിൾ വരയ്ക്കാം. ടേബിൾ വരയ്ക്കാൻ പോവാണ് നമ്മള്. 2, 3, 4, 5, 6 അല്ലെ. ഇവിടെ f of x ആണ് അല്ലെ, p of x. ഇവിടെ 1/6, 1/6, 1/6, 1/6, 1/6, 1/6 അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണ്? ഇതിന്റെ അകത്ത് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ചെയ്യാം അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എങ്ങനെയാ? നമുക്ക് ഫോർമുല വെച്ചിട്ട് സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് എക്സ്, അതായത് 1 ഇൻറ്റു 1/6 പ്ലസ് 2 ഇൻറ്റു 1/6 പ്ലസ് 3 ഇൻറ്റു 3/6 പ്ലസ് 4 ഇൻറ്റു 1/6 പ്ലസ് 5 ഇൻറ്റു 1/6 പ്ലസ് 6 ഇൻറ്റു 1/6 അല്ലെ. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 21/6. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയാ വരുന്നത്? 1 സ്ക്വയർ ഇൻറ്റു 1/6, 2 സ്ക്വയർ ഇൻറ്റു 1/6, 3 സ്ക്വയർ ഇൻറ്റു 1/6 പ്ലസ് 4 സ്ക്വയർ ഇൻറ്റു 1/6, 5 സ്ക്വയർ ഇൻറ്റു 1/6 പ്ലസ് 6 സ്ക്വയർ ഇൻറ്റു 1/6 അല്ലെ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 91/6 ആണ് കേട്ടോ. ഇനി അടുത്ത എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. വേരിയൻസ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 91/6 മൈനസ് 21/6 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷനിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ്, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറഞ്ഞില്ലേ, ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള 2 പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു അല്ലെ, അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടി? അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ലാസ്റ്റ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ലാസ്റ്റ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും എന്നാ പറഞ്ഞേ? 1. അതിന്റെ മീനിങ് എന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ 1 ആണ് അല്ലെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ കിടക്കുന്നത് 0ക്കും 1നും ഇടയ്ക്കുന്നതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള, അതായത് ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പിന്നെ ആവശ്യമുള്ള എഫ് ഓഫ് നമ്മള് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് -∞ പ്ലസ് ∞ ഇടയ്ക്കാണ്. അപ്പൊ -∞ വാല്യൂ 0യും
പ്ലസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 1 എന്നുമാണ് നമുക്ക് പറയുന്നത്. ഈ രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ സെഷൻ്റെ അകത്തുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ അകത്തെ ഫസ്റ്റ് സെഷനിനകത്തുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മറക്കാതെ ചെയ്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ.